ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിൾ അവരുടെ AI ഫീച്ചറുകൾ ഉപയോഗിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ടെന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ജിമെയിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരപ്പെടും. ബാങ്കിൽ നിന്നുള്ള ഇമെയിലുകൾ, OTP, ജോലി സംബന്ധമായ മെയിലുകൾ, വ്യക്തിപരമായ വിവരങ്ങൾ ഇവയെ അടിസ്ഥാനമാക്കി ചില AI ഫീച്ചറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാന ഉദ്ദേശം നിങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ വ്യക്തിഗത പരസ്യങ്ങൾ കാണിക്കാനാണ്. എന്നാൽ പ്രശ്നം പരസ്യങ്ങൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള AI വിശകലനവും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും പലർക്കും സ്വകാര്യതയെക്കുറിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ജിമെയിലുള്ള ചില ആവശ്യമില്ലാത്ത AI ഫീച്ചറുകൾ എങ്ങനെ ഓഫ് ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ ക്രമീകരണം ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും ഒരുപോലെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ആപ്പ് തുറക്കുക. ശേഷം മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ബാറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ എല്ലാ ജിമെയിൽ അക്കൗണ്ടുകളും കാണാൻ വേണ്ടി സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഫോണിൽ ഒന്നിലധികം ജിമെയിൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഓരോ അക്കൗണ്ടിലും ഈ സെറ്റിംഗ്സ് പ്രത്യേകം മാറ്റണം. ഒരു അക്കൗണ്ടിൽ മാത്രം ചെയ്താൽ മറ്റുള്ള അക്കൗണ്ടിലേക്ക് അത് സ്വമേധയാ മാറില്ല. എനിക്കിവിടെ ഒന്നിലധികം അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു അക്കൗണ്ട് തുറക്കുകയാണ്. പിന്നീട് വരുന്ന ഇൻ്റർഫേസിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഗൂഗിൾ വർക്ക് സ്പേസ് സ്മാർട്ട് ഫീച്ചർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക. ഗൂഗിൾ വർക്ക് സ്പേസ് എന്നത് ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഷീറ്റ്സ്, ഗൂഗിൾ സ്ലൈഡർ തുടങ്ങിയ ഗൂഗിളിൻ്റെ സേവനങ്ങൾ ഒരുമിച്ച് കൂടുതൽ സ്മാർട്ടായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ്. ഇതിലുള്ള സ്മാർട്ട് ഫീച്ചേഴ്സ് എന്നത് AI ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചില സൗകര്യങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇമെയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ വാക്കുകൾ നിർദ്ദേശിക്കുക, ഇമെയിലുകളെ അടിസ്ഥാനമാക്കി വിവരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുക, ചില ജോലികൾ ഓട്ടോമാറ്റിക്കായി നിർദ്ദേശിക്കുക. ഇതുകൂടാതെ മറ്റു ഗൂഗിൾ സേവനങ്ങളുമായി കൂടുതൽ ഇൻ്റഗ്രേഷൻ നൽകുക. ഈ സൗകര്യങ്ങൾ ചിലർക്ക് ഉപകാരപ്രദമാണ്. എന്നാൽ നിങ്ങൾക്ക് ഇവ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് ഓഫ് ചെയ്യാം. അതിനായി നിങ്ങൾ ഇവിടെ ആദ്യം കാണുന്ന ഓപ്ഷൻ ഓഫ് ചെയ്യുക. ശേഷം കുറച്ച് സെക്കൻഡ് കാത്തിരിക്കണം. അതിനുശേഷം അത് ഓഫ് ആയിരിക്കും. പിന്നീട് ഇതിൽ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷനും നിങ്ങൾ ഓഫ് ചെയ്യുക. ഇതിന്റെ വിശദീകരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വായിച്ചു മനസ്സിലാക്കാം. പക്ഷേ സ്വകാര്യതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവർ സാധാരണയായി ഈ ഓപ്ഷനും ഓഫ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ സെറ്റിംഗ്സ് നോക്കാം. അതിനായി നിങ്ങൾ ബാക്കിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് സ്മാർട്ട് ഫീച്ചേഴ്സ് എന്ന മറ്റൊരു ഓപ്ഷൻ കൂടി കാണാം. നിങ്ങൾ ഇതും ഇവിടെ നിന്ന് ഓഫ് ചെയ്യുക. ഈ സ്മാർട്ട് ഫീച്ചേഴ്സ് ഓഫ് ചെയ്താൽ അതിന് താഴെയുള്ള പല AI സൗകര്യങ്ങളും ഒരുമിച്ച് ഓഫാകും. അതുകൊണ്ട് ഓരോ ഓപ്ഷനും പ്രത്യേകം ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജിമെയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്വകാര്യത കുറച്ചുകൂടി മെച്ചപ്പെടും. കാരണം ബാങ്കിൽ നിന്നുള്ള ഇമെയിലുകൾ, ഇൻകം ടാക്സ് വകുപ്പ് അയക്കുന്ന സന്ദേശങ്ങൾ, മറ്റ് പ്രധാനപ്പെട്ട വ്യക്തിഗത വിവരങ്ങൾ എന്നിവ ലഭിക്കുമ്പോൾ സ്വകാര്യതയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് AI അടിസ്ഥാനമാക്കിയുള്ള ഈ വിശകലനങ്ങൾ ഒഴിവാക്കാൻ ഈ ക്രമീകരണങ്ങൾ ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അവസാനമായി വീണ്ടും ഓർമ്മിപ്പിക്കാം, നിങ്ങളുടെ ഫോണിൽ 2 ജിമെയിൽ അക്കൗണ്ടുകളോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഓരോ അക്കൗണ്ടും പ്രത്യേകം തുറന്ന് ഈ സെറ്റിംഗ്സ് മാറ്റണം. ഇങ്ങനെയുള്ള സ്വകാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്ന ആൻഡ്രോയിഡ്, ജിമെയിൽ, വാട്സപ്പ്, ഗൂഗിൾ എന്നിവയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉപകാരപ്രദമായ ടിപ്പുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.